നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ജീവിതത്തിനു പിന്നിൽ നമുക്ക് മുൻപേ ജീവിച്ചു പോയ ഒരുപാട് മനുഷ്യരുടെ വിയർപ്പും ചരിത്രവുമുണ്ട്. വലിയ പീടികക്കൽ കുടുംബത്തിൻ്റെ ആദിമ വേരുകൾ തേടി തമിഴ്നാടിൻ്റെ തീരദേശ ചരിത്ര നഗരമായ കായൽ പട്ടണത്തിലേക്ക് ഞങ്ങൾ നടത്തിയ ഒരു അപൂർവ യാത്രയാണിത്. ഒരുപാട് നിഗൂഢതകളും അതിലേറെ പ്രതീക്ഷകളും നിറഞ്ഞ കായൽപട്ടണം ചരിത്രാന്വേഷണ യാത്ര. സമയം പുലർച്ചെ. വലിയ പീടികക്കൽ കുടുംബത്തിൻ്റെ ചരിത്രവേരുകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പള്ളിയിൽ നിന്നാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രതീക്ഷകളോടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. പുലർച്ചെ 6 മണിക്ക് പാലക്കാട് നിന്നും തിരുച്ചെന്തൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ കായൽ പട്ടണത്തേക്ക് ഒരാൾക്ക് 155 രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ യാത്രയായി. ഞങ്ങൾ 4 പേരും പുലർച്ചെ 5:40 തന്നെ ട്രെയിനിൽ കയറി. അപ്പോൾ സീറ്റുകളെല്ലാം തന്നെ തികച്ചും കാലിയായിരുന്നു. ട്രെയിൻ നീങ്ങിത്തുടങ്ങിയതോടെ ജനലിലൂടെയുള്ള തണുത്ത കാറ്റും പുറത്തെ മനോഹരമായ കാഴ്ചകളും ഞങ്ങളെ സ്വീകരിച്ചു തുടങ്ങി. യാത്ര മുന്നോട്ടു പോകുന്തോറും ഗഫൂർ ഹാജിയും സുലൈമാൻ കാക്കുവും ഗൗരവമേറിയ ചർച്ചകളിലേക്ക് കടന്നു. മറ്റൊരു വശത്ത് ഗഫൂർ കാക്ക പുറം കാഴ്ചകൾ ആസ്വദിക്കുകയായിരുന്നു. ജനലിലൂടെ നോക്കുമ്പോൾ ദൂരെ കാറ്റാടിയന്ത്രങ്ങളും കൃഷിക്കായി ഒരുക്കിയ മണ്ണും പച്ച പിടിച്ച തെങ്ങിൻ തോപ്പുകളും കൺകുളിർക്കുന്ന കാഴ്ചകളായിരുന്നു. അതിനിടയിൽ മാലിന്യക്കൂട്ടങ്ങളും ഡാൽമിയ സിമന്റ് ഗോഡൌണും നീണ്ടുകിടക്കുന്ന വാഴത്തോട്ടങ്ങളും അതിനിടയിൽ മേയുന്ന ചെമ്മരിയാടുകളും. മഴ പെയ്തു തോർന്ന ആ സുഖമുള്ള കാലാവസ്ഥയിൽ ഞങ്ങളുടെ ട്രെയിൻ മുന്നോട്ട് കുതിച്ചു. ഒടുവിൽ ഞങ്ങൾ കാത്തിരുന്ന കായൽ പട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് കായൽ പട്ടണം മഹ്ലറയിലേക്കാണ്. ചെറിയൊരു മഴയത്ത് 150 രൂപക്ക് സംസാരിച്ചുറപ്പിച്ച ഓട്ടോയിൽ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു. മഹ്ലറയിൽ എത്തി ബാഗുകളെല്ലാം അവിടെ വെച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് പ്രസിദ്ധമായ 1000 കാൽ പള്ളിയിലേക്കാണ്. അസർ നമസ്കാരത്തിന് ശേഷം കാസിം പുലവർ മഖാമിന് സമീപം ഞങ്ങൾ കുറച്ചു സമയം ചിലവഴിച്ചു. കുടുംബത്തിൻ്റെ വേരുകൾ തേടി ഞങ്ങൾ കായൽ പട്ടണത്തിലെ തെരുവുകളിലൂടെ നടന്നു. ഇവിടുത്തെ കാഴ്ചകൾ നമ്മുടെ നാട്ടിലേതുപോലെയല്ല, ഒരു അറബ് രാജ്യത്ത് എത്തിയതുപോലെയാണ് തോന്നിയത്. എല്ലാ വീടുകളുടെയും മുൻപിൽ അറബിയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ആ തെരുവുകളിലൂടെ നടന്ന് ഞങ്ങൾ ചാളാർ മരക്കാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയിലും അതിനടുത്തുള്ള മികായിൽ പള്ളിയിലും പിന്നീട് ഉമർ വലിയുല്ലാഹി മക്ബറയിലും എത്തി പ്രാർത്ഥന. മഹ്ലറയിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് പെരിന്തൽമണ്ണക്കാരനായ ഉസ്താദിനോട് യാത്ര പറഞ്ഞ് നേരം ഇരുട്ടിത്തുടങ്ങിയതോടെ അന്നത്തെ ഞങ്ങളുടെ അന്വേഷണം താൽക്കാലികമായി നിർത്തേണ്ടി വന്നു. കായൽ പട്ടണത്ത് വന്നത് മുതൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ചരിത്ര നഗരത്തിൽ ഹോട്ടലുകളോ താമസ സൗകര്യങ്ങളോ ലഭ്യമല്ല. അതുകൊണ്ട് താമസത്തിനും ഭക്ഷണത്തിനുമായി ഞങ്ങൾ തിരുച്ചെന്തൂരിലേക്ക് തിരിച്ചു. തിരുച്ചെന്തൂരിലെ പ്രശസ്തമായ ക്ഷേത്രത്തിനടുത്താണ് കടപ്പുറവും ബീച്ചും സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അവിടുത്തെ താമസ സ്ഥലത്തേക്ക് മാറി. അടുത്ത ദിവസം രാവിലെ റൂമിൽ നിന്നിറങ്ങി ചൂടുള്ള ഭൂരി പ്രഭാത ഭക്ഷണമായി കഴിച്ച് കായൽ പട്ടണത്തേക്ക് ബസ് കയറി. ഇത്തവണ കാട്ടുമഖ്ദൂം പള്ളിയിലേക്കാണ് പോയത്. ബസ് ഇറങ്ങി പള്ളി കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ദൂരെ നിന്ന് തന്നെ പള്ളിമുറ്റത്ത് നിറയെ പ്രാവുകളെ കാണാമായിരുന്നു. കുറച്ചു സമയം ഞങ്ങൾ ആ പ്രാവുകൾക്ക് സ്നേഹത്തോടെ ഭക്ഷണം നൽകി. അവിടെയാണ് ചരിത്രപ്രസിദ്ധമായ ഷിഫ നൽകും കുളം സ്ഥിതി ചെയ്യുന്നത്. കാസിം പുലവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിൽ വന്ന് കാണിച്ചു കൊടുത്ത സ്ഥലമെന്ന് മലയാളത്തിലും തമിഴിലും അവിടെ ആ കുളത്തിനരികെ എഴുതി വച്ചിട്ടുണ്ട്. ആ കുളത്തിനരികെ കുറച്ചു സമയം ചിലവഴിച്ച ശേഷം അവിടുത്തെ മക്ബറയിലും സിയാറത്ത് നടത്തി ഞങ്ങൾ വീണ്ടും ഓട്ടോയിൽ കായൽപട്ടണം ടൗണിലേക്ക് തിരിച്ചു. തുടർന്ന് ഞങ്ങൾ എത്തിയത് കായൽപട്ടണം ചന്തയിലാണ്.
ചന്തക്ക് സമീപമുള്ള പള്ളിയിൽ 1000-ഓളം വർഷം പഴക്കമുള്ള ഒട്ടനവധി ഖബറുകൾ കാണാൻ കഴിഞ്ഞു. നൂറ്റാണ്ടുകളുടെ ചരിത്രം വിളിച്ചോതുന്നതായിരുന്നു ആ കാഴ്ച. അവസാനം ഞങ്ങൾ കായൽപട്ടണം ബീച്ചിൻ്റെ കവാടത്തിലെത്തി. രാവിലെ ആയതുകൊണ്ടും നല്ല മഴയുള്ള സമയമായതുകൊണ്ടും ബീച്ചിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ബീച്ചിന് സമീപം മുരിങ്ങയില, മധുരക്കിഴങ്ങ്, പപ്പായ തുടങ്ങിയ നാടൻ വിഭവങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാമായിരുന്നു. അങ്ങനെ താൽക്കാലികമായി കായൽപട്ടണത്തിലെ ചരിത്രാന്വേഷണം നടത്തി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. ട്രെയിനിൽ തിരികെ പാലക്കാട്ടേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ നിരാശയായിരുന്നില്ല, മറിച്ച് വലിയൊരു കണ്ടെത്തലിൻ്റെ ആവേശമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ യാത്രയ്ക്ക് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഏകദേശം AD 1700 നമ്മുടെ അരക്കുപറമ്പ് മേഖലയിലേക്ക് കായൽപട്ടണത്തിൽ നിന്നും കുടിയേറിപ്പാർത്ത ഇസ്മായിൽ പുലവർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട മുൻഗാമിയെക്കുറിച്ചുള്ള അന്വേഷണമായിരുന്നു ഇത്. അദ്ദേഹം കായൽപട്ടണത്തുകാരനാണെന്ന് മുൻ തലമുറയിലെ ആളുകളിൽ നിന്നും ലഭിച്ച വിവരമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. അവിടെ കാണുന്ന ഖബർസ്ഥാനുകളിൽ പലതും പുലവർ എന്ന് എഴുതിയതാണ്. ഇവിടെ കാണുന്ന ഓരോ സ്ഥലങ്ങളിലെയും മലയാള അക്ഷരങ്ങൾ കേരളവുമായുള്ള ബന്ധം തെളിയിക്കുന്നു. നമ്മുടെ പൂർവികരുടെ വേരുകൾ ഈ മണ്ണിൽ തന്നെയുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണിത്. അതുകൊണ്ട് തന്നെ ഈ ചരിത്രാന്വേഷണം ഇവിടെ പൂർത്തിയാകുന്നില്ല. നമ്മുടെ ഇസ്മായിൽ പുലവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ ചരിത്രശേഷിപ്പുകളെയും അടുത്തറിയാൻ ഇനിയും കൂടുതൽ വ്യക്തമായ പഠനങ്ങളും യാത്രകളും ആവശ്യമുണ്ട്. ആയതിനായുള്ള 2ാം ഘട്ട യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു. വലിയ പീടികക്കൽ കുടുംബത്തിൻ്റെ ആ വിസ്മയകരമായ ചരിത്ര മുഹൂർത്തങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. അടുത്ത യാത്രയിലേക്ക് ഉടൻ.